നമസ്കാരം, ഫ്ലിക് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ സ്വന്തം ബന്ധത്തിലൊന്നും ഒരു കാര്യമില്ല സാറേ. ഒന്നും പ്രതീക്ഷിക്കാതെ ചങ്ക് പറിച്ചെന്ന് നമുക്കൊപ്പം നിൽക്കണ കൂട്ടുകാരനല്ല സാറേ, അവരാണ് സത്യം. 44 ഫിലിംസിന്റെ ബാനറിൽ എൽദോസ് ജോൺ കീലത്ത് നിർമ്മിച്ച് നവാഗതനായ വ്യാസൻ KP എഴുതി സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ട്. വിജയ് ബാബു, മണികണ്ഠൻ ആചാര്യ എന്നിവർ ലീഡ് റോളിലെത്തുന്ന ഈ ചിത്രം ഒരു സൗഹൃദത്തിന്റെ കഥയാണ് പറയുന്നത്. അയാൾ ജീവിച്ചിരിപ്പുണ്ട് ചിത്രത്തെ പറ്റി കൂടുതൽ പറയുമ്പോൾ ഇതൊരു മസാല എന്റർടൈൻമെന്റ് ചിത്രത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് കുറച്ചുകൂടി സീരിയസ് ആയ ഒരു സബ്ജക്റ്റ് വളരെ ലളിതമായി ഭംഗിയും അവതരിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ ഗോവയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ കഥാപശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിനെ വളരെ മികവേറിയതായി അവതരിപ്പിക്കാൻ വ്യാസൻ KP കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് സ്ക്രിപ്റ്റ് എഴുതിയ അവതാരം, മെട്രോ എന്നിവ ചിത്രങ്ങളിൽ നിന്ന് നേടിയ എക്സ്പീരിയൻസ് ഈ ചിത്രത്തെ ഒരു മികവുറ്റ ഒന്നാക്കി മാറ്റുന്നു. സന്തോഷ് വർമ്മ എഴുതിയ വരികൾക്ക് ഔസൈ പച്ചനാണ് ഈ ചിത്രത്തിൽ ഈണം പകർന്നിരിക്കുന്നത്. ഗോവയിലും എറണാകുളവുമായി ചിത്രീകരിച്ച ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്യാമറ വർക്കാണ്. നാഷണൽ അവാർഡ് വിന്നർ കൂടിയായ ഹരി നായരാണ് ഈ സിനിമയുടെ ഛായാഗ്രാഹകൻ. വിജയ് ബാബുവും സംസ്ഥാന ചലച്ചിത്ര അവാർഡ്സിൽ മികച്ച സഹനടൻ എന്ന അവാർഡ് നേടിയ മണികണ്ഠൻ ആചാര്യയും സ്ക്രീനിൽ നിറഞ്ഞാടുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നത് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ നിറക്കാഴ്ചയാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന സിനിമയെ വിലയിരുത്തുമ്പോൾ തുടക്കം ഒരു ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും സെക്കൻഡ് ഹാഫിന് ശേഷം പടം നല്ലൊരു ടേക്ക് ഓഫ് ആണ്. വേറിട്ട് നിൽക്കുന്ന ഒരു ക്ലൈമാക്സ് കൂടി ആകുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് ഈ ചിത്രത്തെ തീർച്ചയായും ആസ്വദിക്കാം. സോ ഞങ്ങളുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ താഴെ കാണിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇനിയൊരു ചിത്രത്തിന്റെ റിവ്യൂമായി കാണും വരെ ഗുഡ് ബൈ.